അദ്ധ്യായം 1 അൽ ഫാത്തിഹ. മക്കയിൽ അവതരിച്ചത്. വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് ഈ അദ്ധ്യായത്തോടെ ആയതുകൊണ്ടാണ് ഇതിന് ഫാത്തിഹ അഥവാ പ്രാരംഭം എന്നു പേർ നൽകപ്പെട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة دين قيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة من الجنة ينزع عنهما لباسهما
ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون تصل الذنوب إلى الذنوب وترتجي درك الجنان ونيل فوز العابدين أنسيت أن الله أخرج آدم منها إلى الدنيا بذنب واحد സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ മഹത്തായ വിജ്ഞാനവേദിയിൽ വന്നു ചേർന്നിട്ടുള്ള സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ മംഗലാപുരത്തടുത്തുള്ള ഈ ദേർളക്കട്ട എന്ന് പറയുന്ന പ്രദേശത്ത് വീണ്ടും ഒരിക്കൽ കൂടി എന്റെ സഹോദരങ്ങളുമായി അഭിസംബോധന ചെയ്യുവാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. വിലപ്പെട്ട നമ്മുടെ സമയങ്ങൾ നാം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്, നല്ല നല്ല കാര്യങ്ങൾ ശ്രവിക്കുന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ഗ്രഹിക്കുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ഒരു പ്രവൃത്തിയായി, അമലായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുകയും അർഹമായ പ്രതിഫലം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കുള്ള പാത എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, മരണാനന്തരം അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിപ്പെടുമ്പോൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി, ഭക്തന്മാർക്ക് വേണ്ടി അവൻ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കണം. ഈ ആഗ്രഹമാണ് മുഴുവൻ സത്യവിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിന് വിരുദ്ധമായാൽ നരകത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നതിനാൽ നാം നിരന്തരമായി അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന്. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഐഹിക ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് നന്മ, നല്ലത് തരേണമേ, പരലോകത്തും നീ ഞങ്ങൾക്ക് നല്ലത് തരേണമേ, നരക ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ അർത്ഥം വരുന്ന പ്രാർത്ഥന നിരന്തരമായി അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ 5 നേരത്തെ നമസ്കാരങ്ങളുടെ അവസാന ഭാഗത്ത് റബ്ബിൽ നിന്ന് ഏറ്റവും വലിയ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഇതാ ഇന്ന് മഗ്രിബ് നമസ്കരിച്ചപ്പോഴും നാം പറഞ്ഞു അല്ലാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു,
നരകശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന്. എല്ലാ ദിവസവും 5 നേരമെങ്കിലും ഇത് പറയാത്ത മുസ്ലിമീങ്ങൾ ഇല്ല. സ്വർഗത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം, നരകശിക്ഷയിൽ നിന്നുള്ള ഏറ്റവും വലിയ ഭീതി, പേടി, ഭയം, അതാണ് നമ്മെ നാമാക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഈ ചിന്താഗതിയാണ്. നമ്മെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം, ആ സ്വർഗം ഇന്നും അല്ലാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുക തന്നെയാണ്. സ്വർഗവും നരകവുമൊക്കെ ഇപ്പോഴും ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുണ്ടോ? അതോ മനുഷ്യരുടെയൊക്കെ മരണാനന്തരം പിന്നീട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണോ സ്വർഗവും നരകവുമൊക്കെ എന്നൊക്കെ പല ചർച്ചകളും തർക്കവിതർക്കങ്ങളും ലോകത്ത് പലരും നടത്തുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ എന്നാണ്. സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. നരകവും അങ്ങനെ തന്നെ. ആ റബ്ബ് സുബ്ഹാനഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം, ആ സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്ത്, ഈ ഭൂമിയിലേക്ക് ആദ്യത്തെ മനുഷ്യൻ വന്നു. ആദിമ മനുഷ്യരായ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉമ്മയും ഉപ്പയുമായി അറിയപ്പെടുന്ന, മാനവ സമൂഹത്തിന്റെ മുഴുവനും ഉപ്പയായി ഉമ്മയായി അറിയപ്പെടുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ അവരുടെ ഇണയായ ഹവ്വാ റളിയല്ലാഹു അൻഹാ, ഈ 2 മഹാന്മാരും അല്ലെങ്കിൽ ഈ 2 വ്യക്തികൾ ആദ്യം പാർപ്പിക്കപ്പെട്ടത് എവിടെയായിരുന്നു? സ്വർഗത്തിലായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. ഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. അല്ലാഹു പറയുന്നു, നാം പറയുകയുണ്ടായി, ആദമിനോട് നാം പറയുകയുണ്ടായി, യാ ആദമു, ആദമേ, ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, നീയും നിന്റെ ഭാര്യയും നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചുകൊള്ളുക. ആ സ്വർഗലോകത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ആ കാലഘട്ടത്തിൽ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിരുവരോടും ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇവിടെ താമസിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് അരുതാത്തത് ഏതാണ്, അനുവദിക്കപ്പെട്ടത് ഏതാണ് എന്ന കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങൾ അവർക്കിരുവർക്കും നൽകിയിരുന്നു. ആ മാർഗദർശനമനുസരിച്ചുകൊണ്ട് അവർ ജീവിക്കുന്ന കാലത്ത് അതാ അവരുടെ മനസ്സുകളിൽ ദുർബോധനം നടത്തുകയാണ് ഇബ്ലീസ്. ശൈത്താൻ ദുർബോധനം നടത്തുകയാണ്. അല്ലാഹു ഏതൊരു കാര്യമാണോ അരുതെന്നവരോട് പറഞ്ഞത്, വലാ തഖറബാ ഹാദിഹി ശജറത, അതാ കാണുന്ന മരത്തെ നിങ്ങൾ 2 പേരും സമീപിച്ചു പോകരുത്. ഒരു മരത്തിൽ നിന്ന് ഫലങ്ങൾ ഭക്ഷിക്കുന്നത് അവർക്ക് വിരോധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ആ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് അവർ ജീവിക്കുമ്പോ അതാ മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ ശത്രുവായ പിശാച്, ആ പിശാച് അവരിരുവരെയും സമീപിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ ചില പ്രലോഭനങ്ങൾ നടത്തുകയാണ്, ചില വാഗ്ദത്തങ്ങൾ അവരോട് നടത്തുകയാണ്. ഇതാ ഈ കാണുന്ന വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുതെന്ന് റബ്ബ് പറഞ്ഞിട്ടുള്ളത്. മാനഹാകുമാ റബ്ബുകുമാ, നിങ്ങളുടെ 2 പേരുടെയും റബ്ബ് ഈ കാര്യം നിങ്ങളോട് വിരോധിച്ചിട്ടുള്ളത്. അൻ തകൂനാ മിനൽ ഖാലിദീൻ, നിങ്ങൾ 2 പേരും ഇവിടെ തന്നെ ശാശ്വതമായി കഴിയും എന്നതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളത് കഴിച്ചാൽ നിങ്ങൾക്കിവിടെ എന്നെന്നും ജീവിക്കാമെന്നാണ് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഫലം കഴിച്ചിട്ടില്ലെങ്കിലാണ് നിങ്ങൾ പുറത്തു പോകേണ്ടി വരിക.
അതുകൊണ്ട് ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞത് നിങ്ങൾ ഇവിടെ കാലാകാലം താമസിക്കാതിരിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ശാശ്വതമായി ഇവിടെ തന്നെ കഴിയണോ? ഇബ്ലീസ് അവരെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇവിടെ ശാശ്വതമായി ഇവിടെ തന്നെ കഴിയണോ? എങ്കിൽ നിങ്ങൾ ആ പഴം ഭക്ഷിച്ചോളണം, ആ വൃക്ഷത്തെ സമീപിച്ചോളണം. ഇതൊക്കെ പറയുമ്പോ അതിന്റെ പുറമേ അവൻ വേറൊരു കാര്യവും പറഞ്ഞു. ഇതാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിതാ ഞാൻ വളരെയേറെ ഉപകാരപ്രദമായ കാര്യങ്ങളാ പറഞ്ഞു തരുന്നത്. വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. അവൻ ഓരോ ദുർബോധനങ്ങൾ നടത്തുമ്പോഴും ഇബ്ലീസ് എന്തും കൂടെ പറയുന്നുണ്ട്. വഖാസമഹുമാ, അവർ രണ്ടാളോടും ഇബ്ലീസ് സത്യം ചെയ്ത് പറഞ്ഞു, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, നിശ്ചയം ഞാൻ നിങ്ങളുടെ രണ്ടാളുടെയും ശത്രുവല്ല, ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും ഗുണം മാത്രമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളോട് വളരെയേറെ താൽപര്യമുള്ള ലമിനൻ നാസിഹീൻ, നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് ഞാനെന്നും കൂടി സത്യം ചെയ്തുകൊണ്ട് അവരിരുവരോടും ഇബ്ലീസ് പറയുകയാണ്. അവർ രണ്ടാളോടും സത്യം ചെയ്തുകൊണ്ട് ഇബ്ലീസ് പറയാണ്, ഞാൻ നിങ്ങൾക്കിരുവർക്കും ഏറ്റവും കൂടുതൽ ഗുണം വരണം എന്നാഗ്രഹിക്കുന്നയാളാണ്. ആരാ പറയുന്നത്? ഇബ്ലീസ്. ആരോടാ പറയുന്നത്? ആദമിനോടും ഹവ്വയോടും. അവരാ തോട്ടത്തിൽ സുഭിക്ഷമായ നിലയ്ക്ക് സൗകര്യങ്ങളോടുകൂടി പാർക്കുന്ന കാലത്ത് അല്ലാഹ് അവരോട് വിരോധിച്ച കനി ഭക്ഷിച്ചോളാൻ ഇബ്ലീസ് പറഞ്ഞ ന്യായം എന്താണ്? നിങ്ങളോട് നിങ്ങളുടെ റബ്ബത് കഴിക്കരുതെന്ന് പറയുന്നത്, നിങ്ങളത് കഴിച്ചാൽ നിങ്ങളിവിടെ കാലാകാലം താമസിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാലാകാലം താമസിക്കണോ, എന്നെന്നും നിങ്ങൾക്ക് ഇവിടെ തന്നെ കഴിയണോ, എങ്കിൽ നിങ്ങൾ ആ പഴം ഭക്ഷിച്ചേ മതിയാകൂ. ഞാൻ നിങ്ങളുടെ ശത്രുവൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം പറയാൻ വന്ന ലമിനൻ നാസിഹീൻ, നിങ്ങളോട് വളരെ താൽപര്യമുള്ള ഗുണകാംക്ഷയുള്ള, നിങ്ങൾക്ക് ഗുണം മാത്രം വരണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. ഇത് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്നായി മനസ്സിലാക്കണം. സ്വർഗത്തിലേക്കുള്ള പാതയെ സംബന്ധിച്ചാ പറയുന്നത്. സ്വർഗത്തിൽ നിന്നതാ പുറത്തു പോരേണ്ടി വന്നു നമ്മുടെ ഉമ്മയും ഉപ്പയും. ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരേണ്ടി വന്നു. ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു എന്ന ഈ ഒരു തെറ്റാണ്, ഈ ഒരു ചെറിയ അപരാധമാണ് അവരിൽ നിന്നന്ന് സംഭവിച്ചത്. അങ്ങനെ ഒരു തെറ്റുകൊണ്ടവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, ഇനി നമുക്കങ്ങോട്ട് കയറി ചെല്ലണമെങ്കിൽ, പുറത്താക്കപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് ഇനി മനുഷ്യർക്ക് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ എന്താ വേണ്ടത്? എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്? അതാ നമ്മൾ മറന്നുപോയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ ഒരു കവി സൂചിപ്പിക്കുകയാണ്, തസിലുൽ ദുനൂബ ഇലൽ ദുനൂബി വതർതജി ദർകൽ ജിനാനി വനൈല ഫൗസിൽ ആബിദി അനസീത അന്നല്ലാഹ അഖ്റജ ആദമ മിൻഹാ ഇലദ് ദുനിയാ ബിദംബിൻ വാഹിദി. ഒരു തെറ്റുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടല്ലോ ആദം അലൈഹിസ്സലാമും ഹവ്വയും ഒക്കെ. എങ്കിൽ ധാരാളക്കണക്കിന് തെറ്റുകൾ ഇങ്ങനെ ധാരാളം ദിവസേനം ചെയ്തുകൊണ്ട്, നിരന്തരം നീ തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് കയറാമെന്ന് നീ വിചാരിക്കുന്നുവോ മനുഷ്യ? ഒരു തെറ്റുകൊണ്ട് പുറത്താക്കപ്പെട്ടു നമ്മുടെ ഉമ്മയും ഉപ്പയുമെങ്കിൽ, ധാരാളക്കണക്കിന് തെറ്റുകൾ തന്നെ ദിനേന ചെയ്തുകൊണ്ട് അതേ സ്വർഗത്തിലേക്ക് കയറിപ്പറ്റാമെന്ന് നീ വിചാരിക്കുന്നുവോ എന്നും മനുഷ്യ സമൂഹത്തിന്റെ ചിന്താഗതിയെ തൊട്ടുണർത്തിക്കൊണ്ടൊരു കവി ചോദിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്താണെന്നതിന് പരിഹാരം ചെയ്തത്? എന്താണ്? മനുഷ്യരിൽ അബദ്ധം സംഭവിച്ചാൽ എന്താണ് പരിഹാരം? അബദ്ധം ചെയ്തു പോയല്ലോ, അരുതാത്തത് വന്നുപോയല്ലോ, മനുഷ്യരല്ലേ, സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി അതിനൊരു നിവൃത്തിയുമില്ല എന്ന് ഇസ്ലാം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ആ രണ്ട് മഹാന്മാരും അഥവാ ആദമും ഹവ്വയും അവരിരുവരും പ്രാർത്ഥിച്ചു, അവരിരുവരും പറഞ്ഞു, റബ്ബനാ ളലംനാ
അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദമും ഹവ്വയും ദുആ ചെയ്യുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ളലംനാ അൻഫുസനാ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അരുതാത്തത് വന്നുപോയി റബ്ബേ, അരുതാത്ത കാര്യം ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയി റബ്ബേ. അതുകൊണ്ട് വഇൻ ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പൊറുത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാരികളിൽ, പരാജയം സംഭവിച്ചു പോയവരിൽ പെട്ടുപോകുമല്ലോ നാഥ. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളോട് പൊറുക്കണം, ഞങ്ങളോട് കരുണ ചെയ്യണം എന്ന് ആ രണ്ട് മഹാന്മാരും അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുന്നു. എന്താണ് ഇതിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? മനുഷ്യരെന്ന നിലക്ക് അബദ്ധങ്ങൾ സംഭവിച്ചാൽ സ്വർഗ കവാടങ്ങൾ അല്ലാഹു കൊട്ടിയടച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്തു പോയെങ്കിൽ, അബദ്ധം സംഭവിച്ചു പോയെങ്കിൽ, ഇനി ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു പോയാൽ അവര് മുഴുവനും നരകത്തിലേക്കാണ്. സ്വർഗത്തിലേക്കൊരു മടക്കമില്ല, സ്വർഗത്തിലേക്കൊരു പ്രവേശനമില്ല എന്ന ക്രൂരമായ നിയമം റബ്ബ് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ റഊഫാണ്, അവൻ ഏറ്റവും വാത്സല്യമുള്ളവനാണ്, അവൻ ദയവുള്ളവനാണ്, അവൻ പരമകാരുണികനാണ്, എല്ലാവരോടും കരുണയുള്ളവനാണ്, അവൻ വദൂദാണ്, എല്ലാവരോടും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവനാണ്, അത്യുന്നതനാണ്. ആ റഹ്മാനായ നാഥനതാ പറയുന്നു, ഓ എത്രമാത്രം തെറ്റുകൾ സംഭവിച്ചു പോയ മനുഷ്യരുണ്ടെങ്കിലും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് പറയിപ്പിക്കുന്നു, ഖുൽ, നബിയെ പറയൂ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പറയൂ പ്രവാചകരെ, എന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പറയൂ, എങ്ങനത്തെ അടിമകളാണ്? അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് ധാരാളക്കണക്കിന് തിന്മകളും തെറ്റുകളുമൊക്കെ ചെയ്തിട്ട് പാപികളായി കഴിയുന്ന ആളുകളോട് പറയൂ, ലാ തഖ്നതൂ, നിങ്ങൾ നിരാശപ്പെടരുതെന്ന് പറയൂ, മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങളുടെ ആശ മുറിഞ്ഞു പോകരുത്. ഞങ്ങളിൽ അബദ്ധം സംഭവിച്ചില്ലേ? ഞങ്ങളിൽ ഒരുപാട് പാപങ്ങൾ വന്നുപോയില്ലേ? ഇതുവരെയുള്ള ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒട്ടേറെ പാപങ്ങൾ ചെയ്ത പാപികളല്ലേ ഞങ്ങൾ? ഇനി എങ്ങനെ ഞങ്ങളൊക്കെ സ്വർഗം പ്രതീക്ഷിക്കും? അരുത്, ആ ചിന്ത അരുതെന്നാണ് ഖുർആൻ പറയുന്നത്. എത്രത്തോളം തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും, കുമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും, അരുണ്ടെനിക്കിന്നെന്റെ റബ്ബല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. അർഹമുർറാഹിമീനായ നാഥനിലേക്ക് നിന്റെ പാപങ്ങൾ നീ പറഞ്ഞുകൊണ്ട് കരഞ്ഞോളൂ. അവൻ നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കനും തയ്യാറാണ്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ തന്നെയാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവൻ തന്നെ, അവനേറെ അനുഗ്രഹം വർഷിക്കുന്നവൻ തന്നെ. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ആശ്വാസം. ഒരു തെറ്റുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഉമ്മയും ഉപ്പയും പുറത്താക്കപ്പെട്ടുവെങ്കിൽ അതേ നാഥൻ അവരിലൂടെ തന്നെ മാതൃക കാണിച്ചു തന്നു. തൗബയിലൂടെ മടക്കമുണ്ട്, രക്ഷയുണ്ട്. തൗബയിലൂടെ നമുക്ക് മോചനമുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള പാഠമെന്ന നിലക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു പോയവരാരും നിരാശപ്പെടണ്ട. ഇതാ ഈ സെക്കൻഡ് മുതൽ നന്നാകാൻ ഒരുക്കമുണ്ടോ? ഒരു തിരിച്ചുപോക്കിന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടോ? എത്ര വലിയ പാപിയാകട്ടെ, എത്ര വലിയ ധിക്കാരിയാവട്ടെ, ആരാവട്ടെ, നാഥനെ ഓർത്തുകൊണ്ട്
അരുതാത്തത് വന്നുപോയി റബ്ബേ, ഇനി അത് ചെയ്യില്ല, ഇനി അതിലേക്ക് മടങ്ങില്ല, എന്റെ ജീവിതം ഇനി മുതൽ ശുദ്ധമായിരിക്കും, നിന്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ടല്ലാതെ ഇനി ഞാൻ ജീവിക്കില്ല, സംഭവിച്ചതൊക്കെ സംഭവിച്ചു പോയി, മാപ്പ് തരണം നാഥാ, പുറത്തു തരണേ റബ്ബേ, കരുണ ചെയ്യണേ നാഥാ. നിരന്തരമായി കൊണ്ട് റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി ജീവിതം നന്നാക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ സ്വർഗം അവന് തന്നെ, സ്വർഗത്തിലേക്കുള്ള വഴിയവന് ഏറ്റവും റബ്ബ് സുഗമമാക്കി കൊടുക്കുന്നു. അതിനേറ്റവും ആവശ്യമായത് എന്താണ്? പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ മനുഷ്യൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അതാണ്. സ്വർഗം നിഷിദ്ധമാക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തികൾ ഒരിക്കലും ഉണ്ടാകരുത്. ഒരു മനുഷ്യനതാ ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ടൊരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവൻ അതിൽ നിന്ന് തൗബ ചെയ്യാതെയാണ് മരിച്ചുപോയിട്ടുള്ളതെങ്കിൽ ഒരു കാലത്തും ആ മനുഷ്യന് സ്വർഗത്തിലേക്കുള്ള പാത തുറക്കപ്പെടുന്നതല്ല, സ്വർഗത്തിലേക്ക് അവന് പ്രവേശനമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ ശിർക്ക് വെക്കുന്നവൻ ഒരിക്കലും പൊറുക്കുന്നതല്ല, അവനിൽ പങ്കുചേർക്കുന്നതവൻ പൊറുക്കുന്നതല്ല. അത് വളരെ ഗൗരവമുള്ള തെറ്റാണ്, അവനൊരിക്കലും പൊറുക്കാത്ത പാപമാണ്. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിൽ താഴെയുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുത്തേക്കാം. പക്ഷേ ശിർക്കൊരിക്കലും പൊറുത്തു കൊടുക്കുന്ന പ്രശ്നമില്ല. ശിർക്ക് ചെയ്തുകൊണ്ട് തൗബ ചെയ്യാതെയാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതവാസിയാണ്. ഖുർആൻ അതേ കാര്യം തന്നെ മറ്റൊരു രൂപത്തിൽ പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത വമഅവാഹു النار വമാ ലിൽളാലിമീന മിൻ അൻസാർ. സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ആ നിലക്കാണ് അവൻ ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന്റെ മേൽ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. സ്വർഗം അവന് ഹറാമാണ്, അവന് സ്വർഗം ഒരു കാലത്തും കിട്ടാനില്ല. പിന്നെ അവന് ചെന്നു ചേരാനുള്ള സങ്കേതം എന്താണ്? വമഅവാഹു النار, അവന്റെ അഭയസ്ഥലം, അവന് ചെന്നു ചേരാനുള്ള സ്ഥലം അന്നാറു നരകം തന്നെ. വമാ ലിൽളാലിമീന മിൻ അൻസാർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായികളുമില്ല. അക്രമം എന്നാണ് ശിർക്കിനെ പറ്റി ഖുർആൻ പറയുന്നത്. മുശ്രിക്കുകളെ പറ്റി അക്രമികൾ എന്നാണ് ഖുർആൻ പ്രയോഗിക്കുന്നത്. കാരണം മനുഷ്യൻ ചെയ്യുന്ന അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമം ഏതെന്ന ചോദ്യത്തിന് എന്താ മറുപടി? ഇന്ന ശിർക ലളുൽമുൻ അളീം, നിശ്ചയം ശിർക്ക് അത് വമ്പിച്ച അക്രമം തന്നെ. അതിനേക്കാൾ വലിയ ഒരു അക്രമം ഇനി വരാനുണ്ടോ? ഇല്ല. ഏറ്റവും വലിയ അക്രമം ഏതെന്ന് ചോദിച്ചാൽ ഇന്ന ശിർക ലളുൽമുൻ അളീം, ശിർക്ക് തന്നെയാണ് വമ്പിച്ച അക്രമം. അതുകൊണ്ടൊരു മനുഷ്യൻ സ്വർഗത്തിലേക്കുള്ള പാത തുറക്കപ്പെടണം, സ്വർഗത്തിലേക്ക് തനിക്ക് പ്രവേശനം ലഭിക്കപ്പെടണം, നരകത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെടണം എന്ന ആശയുണ്ടെങ്കിൽ ആദ്യമായി അവൻ നന്നാക്കേണ്ടത് അവന്റെ വിശ്വാസമാണ്. ആദ്യമായി അവൻ ശുദ്ധീകരിക്കേണ്ടത് അവന്റെ ഏറ്റവും പരമപ്രധാനമായ അവന്റെ വിശ്വാസ കാര്യത്തെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത പാപം എന്ന് പറഞ്ഞ ശിർക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയാൽ, ശിർക്കിനെ പറ്റി അവൻ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന അമലുകൾ കൊണ്ടെന്താണ് ഫലം? പ്രിയപ്പെട്ടവരെ, ശിർക്ക് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ അവൻ നമസ്കരിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ്, സകാത്ത് കൊടുക്കുന്നവനാണ്, ഹജ്ജിന് പോയവനാണ്, പോകാൻ ഉദ്ദേശിക്കുന്നവനാണ്. പക്ഷേ
അല്ലാഹുവിന്റെ അടുക്കൽ അതിന് ഒരു വിലയുമില്ല. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അതാ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കന്മാരോടും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ അമ്പിയാക്കളോടും മുഴുവൻ പ്രവാചകന്മാരോടും അല്ലാഹു അവർക്ക് കൂടി മുന്നറിയിപ്പ് കൊടുത്തൊരു വിഷയമാണ്. ആ വിഷയത്തെപ്പറ്റി നബി തങ്ങളോട് പ്രത്യേകം പറയുന്നു. എന്ത്? ഓ നബിയേ, മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് ബോധനം നൽകപ്പെട്ട അതേ കാര്യം തന്നെ താങ്കളോടും പറയുന്നു. അതെന്താ? നീ ശിർക്ക് ചെയ്തു പോയാൽ, ശിർക്ക് വന്നുപോയാൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകളെല്ലാം പൊളിഞ്ഞത് തന്നെ, അമലുകളൊക്കെ നശിച്ചത് തന്നെ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ ഏറ്റവും വലിയ നഷ്ടകാരികളിൽ പെട്ടുപോയത് തന്നെ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ മാർഗത്തിൽ നിന്നാണ് മനുഷ്യനെ ഇബ്ലീസ് ഏറ്റവും കൂടുതൽ പഴപ്പിക്കുക. സ്വർഗത്തിലേക്ക് പോകണം എന്ന ആശയുണ്ടതുകൊണ്ട് മാത്രം കാര്യമായോ? സ്വർഗത്തിലേക്കുള്ള പാതയിൽ പ്രവേശിച്ച് അത് നേടിയെടുക്കാനും ആ മാർഗത്തിന് വേണ്ട വിശ്വാസങ്ങൾ പഠിക്കാനും ആ മാർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള കർമ്മങ്ങൾ ചെയ്യാനും ആ സ്വർഗത്തിലേക്ക് എത്താൻ ആവശ്യമായ സ്വഭാവങ്ങളും സംസ്കാരങ്ങളുമൊക്കെ ഉൾക്കൊള്ളാനും ഒരു മനുഷ്യൻ തയ്യാറായാൽ തന്നെയും അവൻ സൂക്ഷിക്കേണ്ടുന്ന ഒരു വർഗശത്രുവുണ്ട്. അതാണ് ഇബ്ലീസ്. നമ്മുടെ ഉമ്മയും ഉപ്പയുമൊക്കെ സ്വർഗത്തിൽ നന്നായി ജീവിക്കുന്ന കാലത്ത് അവരിൽ ദുർബോധനം നടത്തിയിട്ട് അവരെ കൊണ്ട് അതാ അബദ്ധം ചെയ്യിപ്പിച്ച ഇബ്ലീസ് അല്ലാഹുവോട് പറഞ്ഞിട്ടുണ്ട്, ലാ ഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. ശൈത്താൻ, പിശാച് അല്ലാഹുവിന്റെ മുമ്പിൽ എടുത്ത പ്രതിജ്ഞയാ. എന്താണ് അവൻ പറഞ്ഞത്? ലാ ഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, നിന്റെ ശരിയായ സിറാത്തില്ലേ, നിന്റെ ശരിയായ പാതയില്ലേ, അഥവാ സ്വർഗത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാവുന്ന പാതയില്ലേ, ആ പാതയിലേക്ക് ആരെങ്കിലും പ്രവേശിക്കുന്നുവെങ്കിൽ ആ പാതയിൽ ഞാനിരിക്കും, ഞാൻ ആ വഴിയിൽ തന്നെ ഇരിക്കും. നന്നാകാൻ ഉദ്ദേശിക്കുന്നവർ നല്ല റൂട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോ ഞാൻ ആ പാതയിൽ തന്നെ ഇരിപ്പുറപ്പിക്കുന്നതാണ്. എന്നിട്ടോ എന്താണ് ഞാൻ ചെയ്യുന്ന പണി? എന്താണ്? സുമ്മലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. സുമ്മ, പിന്നീട് ഞാൻ എന്തു ചെയ്യും? ആ പാതയിൽ പ്രവേശിക്കുന്നവരെ ഞാൻ സമീപിക്കും. സ്വർഗത്തിലേക്ക് പോകേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഞാൻ സമീപിക്കുന്നതാണ്. എന്നിട്ടോ എങ്ങനെയൊക്കെ സമീപിക്കും? മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെ ഞാൻ ചെല്ലും. വമിൻ ഖൽഫിഹിം, അവരുടെ പിറകിലൂടെ ഞാൻ ചെല്ലും. വഅൻ അയ്മാനിഹിം, അവരുടെ വലതുവശത്തുകൂടെ ഞാൻ ചെന്നു നോക്കും. അതുപോലെ തന്നെ ശമായിലിഹിം, അവരുടെ ഇടതുവശത്തുകൂടെയും ഞാൻ പോയി നോക്കും. എന്നിട്ടോ മുന്നിലൂടെ, പിന്നിലൂടെ, വലതുവശത്തുകൂടെ, ഇടതുവശത്തുകൂടെ, നാനാ വഴിയിലൂടെയും ശൈത്താൻ പണിയെടുക്കും. ശൈത്താൻ പണിയെടുക്കും. എന്തിന്? വലാ തജിദു അക്സറഹും ശാകിരീൻ. എന്നിട്ടവരിൽ മഹാഭൂരിപക്ഷത്തെയും അവരിൽ അധികം ആളുകളെയും നിന്നോട് നന്ദി ചെയ്യുന്നവരായി നിനക്ക് കാണാനാവില്ല.